അല്ല, ഇതാര് ടെക്കി ജോണോ? എന്താണ് കൽപ്പടവുകളിൽ നിന്നൊരു ചിന്ത? സാധാരണ എല്ലാവരും കൽപ്പടവുകൾ കയറുകയല്ലേ? ഇപ്പോഴത്തെ ജീവിത രീതി വെച്ച്, അവസ്ഥ വെച്ച് താഴോട്ടാ. അങ്ങനെ നെഗറ്റീവ് അടിക്കാതെ കൂട്ടുകാരാ. EMI ഇട്ടാണ് ബാലേട്ട ഒരു ഐഫോൺ വാങ്ങിച്ചത്. ആദ്യം ഇപ്പം പണിയായ ലക്ഷണമാണോ എന്ന് സംശയം. അങ്ങനെയാണെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാമല്ലോ, അവരത് നന്നാക്കി തരുമല്ലോ. മോശം കമ്പനി അല്ലല്ലോ. കമ്പനിയിൽ മോശമല്ല, ലോക്കലും അല്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇപ്പം ലോക്കലായി. ഡേയ്, നീ കണ്ടന്റിലോട്ട് വാ, ഇല്ലെങ്കിൽ ആൾക്കാരെ അടുത്ത വീഡിയോയിലേക്ക് പോകും. ബാലേട്ട, ഈ ആപ്പിൾ ഫോൺകാർ എന്നെ അടക്കമുള്ള പാവങ്ങളെ പറ്റിക്കുവാണോ എന്നൊരു സംശയം. സംശയത്തിന് കാരണമുണ്ട്. നോക്ക്, ഈ യൂട്യൂബിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പിൻ്റെ പൈസ ആൻഡ്രോയിഡ് ഫോണിൽ കണക്കുന്നത് വേറെ, ഐഫോണിൽ കണക്കുന്നത് വേറെ, രണ്ടല്ലേ? ഇത് ബുക്ക് മൈ ഷോ, ഇതാ നോക്കി, സെയിം. ആൻഡ്രോയിഡ് വേറെ, ആപ്പിൾ വേറെ. സംഗതി ശരിയാണല്ലോ ടെക്കി ജോണേ. ഈ ഐഫോൺ ഉപയോഗിക്കുന്നത് എല്ലാവരും വലിയ കാശുകാരാണെന്നാണ് ആപ്പിളുകാരുടെ വിചാരം. ശരിയാ. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ എടുത്ത് ആപ്പിളിൽ ഓപ്പൺ ചെയ്താൽ ഒരു പ്രൈസ്, ആൻഡ്രോയിഡിൽ വേറൊരു പ്രൈസ് അല്ലേ? ഈ രണ്ട് ഫോൺ ഒന്നിച്ചുള്ളവൻ്റെ ചന്തി ചൂടാവാൻ വേറെ എന്ത് വേണം? അതെന്നേ, ഇതിന് പരിഹാരം വേണ്ടേ? പരിഹാരം വേണം. എടോ ടെക്കി, ഇത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടും വീഡിയോയിലൂടെയും ഒക്കെയായി. ഇതിലൊരു 50-50 മാത്രമേ ഉള്ളൂ ശരി. ഇടക്കാലത്ത് ആൻഡ്രോയിഡ് ഫോണിലെയും ആപ്പിൾ ഫോണിലെയും ചില ട്രാൻസാക്ഷൻസിലെ പ്രൈസ് വേരിയേഷൻ കാണിച്ചിരുന്നു. അത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ അതില്ല. അത് അന്നൊരു സർവീസ് ഫീ പോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വാങ്ങുന്ന സാധനത്തിന് ഒരേ ക്വാളിറ്റി അല്ലേ? ഇതിലെ വില വ്യത്യാസം ആപ്പിൾ തീരുമാനിക്കുന്നതല്ല. ഓരോ ആപ്പിൻ്റെയും ഉടമസ്ഥരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാരണം ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് കൊടുക്കണം ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് കിട്ടാൻ. അതായത് വർഷാവർഷമുള്ള റിന്യൂവൽ എമൗണ്ടും വളരെ കൂടുതലാണ് ആപ്പിളിന്. അതൊരു കാരണമല്ലേ? അല്ലാതെ ഓരോ ആപ്പിൻ്റെയും പ്രൈസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒന്നും ആപ്പിൾ ഫോണല്ല. മനസ്സിലാകുന്ന പോലെ സിമ്പിളായിട്ട് പറ ബാലേട്ടാ. എടോ ടെക്കി, നീ ഒരു ലോക്കൽ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നു. എത്രയാ കാശ്? 10 അല്ലെങ്കിൽ 12. ഇനി ഒരു ബ്രാൻഡ് ഷോപ്പുകളിൽ പോയാലോ ചായക്ക് 50 രൂപയാണ്. അതിനർത്ഥം അവിടെ എല്ലാവരെയും പറ്റിക്കുന്നു എന്നല്ല, മറിച്ച് അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് 50 രൂപ മുടക്കി ചായ കുടിക്കാൻ കഴിവുള്ളവർ മാത്രമാണ്. ആപ്പിളിന് ഡെവലപ്പർ ഫീ കൂടുതലാണ്. അതുകൊണ്ട് വെണ്ടർ ക്യാഷ് കൂടുതൽ മേടിക്കും. പ്രൈസിങ് ഉത്തരവാദി ആപ്പിൾ ആകുന്നത് എങ്ങനെ? അപ്പോൾ ആപ്പിൾ സുത്തന്മാരാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? എന്നല്ല, ഇനി പറയുന്നത് കേൾക്കാൻ ക്ഷമ വേണം. ആപ്പ് സബ്സ്ക്രൈബേഴ്സ്, ഡിജിറ്റൽ കണ്ടൻറ്റ്, അതായത് മൂവീസ്, ഇ-ബുക്സ് തുടങ്ങിയവ, ഹോട്ടൽ ബുക്കിംഗ്, ഫിസിക്കൽ പ്രോഡക്ട്സ് എന്നിവ ഒന്നും ആ പരിധിയിൽ വരില്ല. എന്നാലോ നിനക്ക് ഫിസിക്കൽ ഗുഡ്സ് ആമസോൺ ആപ്പിൽ നിന്നും വാങ്ങാം. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ ആപ്പിൽ നിന്നും അവരുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. കാരണം ബ്രൗസർ ആക്ടിവിറ്റി ആപ്പ് പർച്ചേസിൻ്റെ പരിധിയിൽ വരില്ല. പക്ഷേ ഡിജിറ്റൽ പ്രോഡക്ട്സ് അല്ലാത്ത എന്തിനെങ്കിലും ഇതുപോലെ 2 പ്രൈസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ആപ്പ് തരുന്ന പണിയായി തന്നെ കാണേണ്ടി വരും. ഇത് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. എനിക്ക് മനസ്സിലായത്, ഒരു ആപ്പ് 2 പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതിന് 2 സർവീസ് ഫീ എന്നല്ലേ ഉദ്ദേശിച്ചത്? സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അല്ലാതെ ആപ്പിൾ എന്നെ പറ്റിച്ചേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതാ ഇത് നോക്കിയേ, പ്രൈസ് ഒന്നല്ലേ? എന്നാൽ ചില ആപ്പുകളിലൂടെയുള്ള ബുക്കിംഗ് ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം. അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. അല്ലാതെ ആപ്പിൾ പറ്റിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിലും ആപ്പിളൊക്കെ വലിയൊരു കമ്പനിയല്ലേ, അവർക്ക് ഇത്തരം പരിപാടികൾ കാണിച്ചിട്ട് വേണോ കാശുണ്ടാക്കാൻ? അല്ല, ബാലേട്ടൻ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? വിളി മാത്രമേ ഉള്ളൂ, അതിന് പറ്റുന്ന ഒരെണ്ണം കൊണ്ട് കിടക്കുന്നു. പിന്നെ ഈ ഉണ്ണുന്നവന് ഔചിത്യമില്ലെങ്കിലും വിളമ്പുന്നവൻ അത് വേണമെന്ന് നീ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പിടി വരെയാ?